ഏറ്റവും പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, നമ്മുടെ ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറി മുഖ്യാതിഥിയായി എത്തിയ ജോസഫ് പുത്തമ്പരച്ച അധ്യക്ഷ പ്രസംഗം നടത്തിയ സിസ്റ്റർ ജെസി മെരിയ, നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഇന്ന് റിട്ടയറായി പോകുന്ന മിനി ടീച്ചർ ഷാനി സിസ്റ്റർ, നമ്മുടെ ISROയിലെ സയൻറ്റിസ്റ്റായ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീമതി ലിസി ജോസ്, HM, മുൻ PTA പ്രസിഡന്റ് ജെറ്റോ സാറ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. എപ്പോഴും ഈ സ്കൂളിൽ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സിസ്റ്റർമാരും ചിരിയുടെ മുഖം മാത്രമുള്ള കുട്ടികളും PTA എക്സിക്യൂട്ടീവുമായി എല്ലാവരും നിൽക്കുമ്പോൾ, ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. കഴിഞ്ഞ വർഷം എക്സിക്യൂട്ടീവ് വരികയും ഈ വർഷം PTA പ്രസിഡന്റ് ആകുകയും ചെയ്തപ്പോൾ ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ സ്കൂളിൽ വരുമ്പം എനിക്കും ഉണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകർ എന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഈ മുൻനിരയിൽ തന്നെ ഞാൻ പറഞ്ഞാൽ ARCയിൽ പഠിച്ചപ്പോൾ എന്നെ LKG മുതൽ 10 വർഷക്കാലം എന്നെ ഏറ്റവും സ്നേഹിക്കുകയും ഇന്ന് ചൂരൽവടി ഇല്ലാത്ത കാലത്ത് അന്ന് ചൂരൽവടി കൊണ്ട് ഇഷ്ടം പോലെ അടി മേടിക്കുകയും ചെയ്ത് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ കാരണമായ 2 പേര് എൻ്റെ മുന്നിലുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർ റോസിയും അതുപോലെ തന്നെ മുൻ പ്രൊഫഷണലമ്മ സിസ്റ്റർ ആനി, 2 പേരും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായവരാണ്. സിസ്റ്റർ നമ്മുടെ ശ്രീമതി ലിറ്റി ജോസ് ഇവിടെ പറഞ്ഞ് ഗുരുവന്ദനമാണ്. അതുപോലെ തന്നെ എനിക്കും ഈ അവസരമാണ് ഒരു ഗുരുവന്ദനത്തിന് ഈ സ്കൂളിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുത്തമ്പരച്ചൻ യൂത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ധ്യാനം എന്നൊക്കെയുള്ളത് ഒരു രസമില്ലാത്ത ഒരു കാര്യങ്ങളാണ്. എന്നാൽ അവർക്ക് ഏറ്റവും രസം പകർന്നുകൊണ്ട് ഈശോയിലേക്ക് എത്തിക്കാനുള്ള ആ ക്രിയാത്മകമായി ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവ് തന്ന് ഞങ്ങളുടെ യൂത്തിനെയൊക്കെ ഞങ്ങളുടെ ഫോൺ ധ്യാനത്തിലൊന്നും പങ്കെടുക്കുന്നില്ലെങ്കിലും ഫോണിൽ കൂടെയൊക്കെ കണ്ട് അത് ചിന്തിക്കാനുള്ള അവസരം നൽകിയ നമ്മുടെ പുത്തമ്പുരച്ചന് ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ISROയിൽ നിന്ന് ഇവിടെ എത്തിയ ശ്രീമതി ലിറ്റി ജോസ്, നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനമായ ഒന്നാണ് ISRO എന്ന് പറയുന്നത്. ചന്ദ്രയാനും ഒക്കെ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഇപ്പൊ ലൈവായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയും അതിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതെന്ന് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണലമ്മ എല്ലാ കാര്യങ്ങളിലും സ്കൂളിൽ എപ്പോഴൊക്കെ ഇവിടെ എത്തുമ്പോഴും പ്രൊഫഷണലമ്മയും ഇവിടെ ഉണ്ട്, ഈ സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളിലുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓരോ സമയം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രസംഗം എന്ന് പറയുന്നത് ഒരു അരോചകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗം മുന്നോട്ട് ദീർഘിപ്പിക്കുന്നില്ല. ജെറ്റോ സാറ് കഴിഞ്ഞ വർഷം കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അത് കണ്ട് തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് റിട്ടയർ ആകുന്ന 2 പേര് നമ്മുടെ ഒപ്പമുണ്ട്. മിനി ടീച്ചർ PTA എക്സിക്യൂട്ടീവിൽ അംഗമായിരുന്നുകൊണ്ട് വളരെ സൈലൻ്റായി ഓരോന്ന് വീക്ഷിക്കുകയും അതിന് കൃത്യമായി ഉത്തരം നൽകുകയും ചെയ്യുന്ന ടീച്ചർ ഏറ്റവും സ്നേഹത്തോടെയാണ് ഞങ്ങളോട് PTAയോട് കാണിച്ചിട്ടുള്ള കരുതലിന് ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അർപ്പിക്കുന്നു. ഷാനി സിസ്റ്റർ എന്നെ ഒരാഴ്ചയിലെങ്കിലും ഒന്ന് വിളിക്കും, ചേച്ചേ
എവിടെയാ? ഇവിടെ സ്കൂളിലോട്ട് കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് അന്ന് ചെയ്സ ഞാൻ ഷാനിസ്റ്ററാണേ, ഇന്ന കാര്യം ചെയ്യണേ, വളരെ സന്തോഷത്തോടെ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും കൂടുതൽ ഈ സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുള്ളത് ഷാനിസ്റ്ററാന്ന് തോന്നുന്നു. ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നു. ഇന്ന് വാർഷികം നല്ല അടിപൊളിയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.